ഞങ്ങളുടെ ദിവസം എന്നും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് വൈകുന്നേരം ചായയും കുടിച്ചിട്ട് തുടങ്ങും. ഇത്രയും ചായയാണ്. നമ്മളിപ്പോൾ അയോധ്യയിലേക്ക് പോവുകയാണ്. ദുർഗാ മാതാ മന്ദിർ വാരണാസി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 228 കിലോമീറ്ററാണ് ഉള്ളത്. 228 കിലോമീറ്റർ. സമയം 9 മണിയായി. രാവിലെ 5 മണിക്ക് ഇറങ്ങണം വിചാരിച്ചാണ്, പക്ഷേ ലേറ്റായിപ്പോയി. ഇവിടുത്തെ ചായയും കുടിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അയോധ്യയിലേക്ക് പോവാം. അവിടെ നടക്കുമെന്നറിയില്ല. അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ച് വരണമെന്നാണ് പ്ലാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ എടുത്തിട്ട് നാളെ തിരിച്ചു വരും. വാരണാസി അയോധ്യയിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഏതോ ഒരു ധാബയാണ്. ഇനി ഒരു 100 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. മുട്ട തണുപ്പ്. പക്ഷേ 19 ഡിഗ്രിയാണ് ഉള്ളത്. പക്ഷേ വണ്ടി ഓടിക്കുമ്പം ഭയങ്കര തണുപ്പായിട്ട്. നമ്മൾ റൈഡിങ് ജാക്കറ്റൊന്നും എടുത്തില്ല. 200 കിലോമീറ്ററല്ലേ ഉള്ളതുകൊണ്ട് സാധാരണ വിൻഡ് പ്രൂഫാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കിടുകിട വരയ്ക്കുന്നു. 2 ആലു പറാഠ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെ വരുമായിരിക്കും. ഇതാണ് നമ്മുടെ ഫുഡ്, ആലു പറാഠ. ഈ കപ്പിൽ വെള്ളം കൊണ്ട് വെച്ചിരിക്കുന്ന കുടിക്കാനാണ് കേട്ടോ. ഞാൻ വെച്ച് കൈ കഴുകണമായിരിക്കും. അങ്ങനെ നമ്മളിവിടെ എത്തി. പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അകത്തോട്ട് 2 കിലോമീറ്റർ നടക്കാനുണ്ട്. ലെറ്റ്സ് സീ. ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ പേര് രാംഘട്ട് ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ. അതാണ് സ്റ്റേഷൻ. ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ഇവിടെ വന്ന് കാണാം. ഈ 2 ബുക്ക് മേടിക്കുമ്പോൾ കൂടെ ഫ്രീ ആയിട്ട് ഗീത കിട്ടും. ഹിന്ദിയിലാണ്, ഇംഗ്ലീഷല്ല. ഇങ്ങനെയാണ്. പിന്നെ ദൂരാണ് കയറി പോകേണ്ടത്. मैं यहाँ पर इंतजार कर रहा हूँ. जय सिया राम. വലിയ ശാമ്പ്രാണിത്തിരി ഇത്രയും വലുത് കണ്ടിട്ടുണ്ടോ? ഇവിടെല്ലാം നല്ല മണമാണ്. എത്ര നേരം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ക്യാമറ ഏതുവരെ അലോ ആവും അതുവരെ എടുക്കാം. നേർച്ചയാണ് തോന്നുന്നു. അച്ഛനെ അമ്മയെ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അമ്പോ, ഇഞ്ച എട്ടാണ് അവരെടുത്തുകൊണ്ട് വരുന്നത്. വെയിറ്റ് ഇല്ലേ, 2 പേരുടെ വെയിറ്റ് ഇങ്ങനെ താങ്ങുക എന്നുള്ള ചെറിയ കാര്യമാണ്. പറ്റുമെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് പോകേണ്ടി വരും. ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ക്യാമറ ഇവിടെയൊക്കെ കൊണ്ടുപോകാം. അകത്താണ് കയറാൻ പാടില്ല എന്നുള്ളതെന്ന് തോന്നുന്നു. ചെരുപ്പൊക്കെ വയ്ക്കാനോട് വിശാലമായ സെറ്റപ്പ് ഉണ്ട്. എന്നാലും ആൾക്കാർ തറയിലൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെരുപ്പ് വെച്ചിട്ട് മൊബൈൽ ഫോണും ക്യാമറയൊക്കെ ഇവിടെ എവിടെയോ കൊടുക്കണം. അതുകൂടി കൊടുത്തിട്ട് നമുക്ക് പോവാം. ഞങ്ങളിത് കണ്ടിട്ടിറങ്ങി. ഇത് എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് നല്ല രീതിയിലുണ്ടെങ്കിലും നമുക്ക് ഒരിടത്ത് വീഴ്ച നിൽക്കേണ്ടിയായിട്ട് വന്നില്ല. ചുമ്മാ ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോയി കറക്റ്റായിട്ട് ഇങ്ങനെ കണ്ട് ദർശനം നടത്തിയിട്ട് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് അവിടെ ക്രൗഡാണെന്ന് വിചാരിച്ചൊന്നും ആരും വരാതിരിക്കേണ്ട.
എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും ഇവർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പോലീസ് പട്ടാളം എല്ലാവരെയും വെച്ച് കിട്ടിലായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. വളരെ പടയെന്ന് ബാഗേജൊക്കെ ക്ലിയർ ചെയ്യുന്നതും എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ക്രൗഡെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ഞാനും വിചാരിച്ച് ഇന്ന് നടക്കൂല, ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, എപ്പോൾ വേണം വരാം. ഇന്ന് രാത്രി 10 മണി വരെ ഉണ്ട്. സിമ്പിൾ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 161 ഫീറ്റ് ഹൈറ്റും 28,000 സ്ക്വയർ ഫീറ്റ് വീതിയുമാണ് ഈ മന്ദിരത്തിനുള്ളത്. എഴുതി വെച്ചിട്ടുണ്ട്. 161 അടിയും 28,000 സ്ക്വയർ ഫീറ്റ്. ഇവിടുന്ന് എയർപോർട്ട് 15 കിലോമീറ്ററേ ഉള്ളൂ. അതായത് മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇവിടുത്തെ എയർപോർട്ട്. 15 കിലോമീറ്റർ. ലക്നൗ ഇവിടുന്ന് 140 കിലോമീറ്റർ. ഗോരഖ്പൂർ 132 കിലോമീറ്റർ. റോഡ് സൈഡ് വെച്ചിരിക്കുന്നതാണ്. ചൂട് കൊള്ളാനുള്ള സാധനമാണ്. ഗ്യാസാണെന്ന് തോന്നുന്നു. ഇവിടെ ചുറ്റിൽ നിന്ന് ചൂട് കായാം. ാണ് സൂര്യൻ്റെ മോഡലില് ഗോളം വെച്ചിട്ട് അതിനകത്ത് ആ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് പോലെ തന്നെ ഉണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റും മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ സൂര്യൻ പോലെ തന്നെ തോന്നുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ തന്നെ അയോധ്യ ഹാട്ട് എന്ന് പറഞ്ഞ സംഭവം. ഇതിനകത്ത് ലക്ഷറി കോട്ടേജസ് ഒക്കെ ഉണ്ട്. അടിയിൽ വെള്ളമാണ്, നല്ല നീറ്റായിട്ട് ഒഴുകുന്നുണ്ട്. നല്ല വെള്ളമൊന്നും ആയിരിക്കില്ല. ഇതാണ് ലക്ഷറി കോട്ടേജസ്. റോഡ് സൈഡിൽ തന്നെയാണ്. എത്രയാണ് റേറ്റ് എന്നറിയില്ല. കുറേ കോട്ടേജസ് ഇവിടെ ഉണ്ട്. പണി കഴിഞ്ഞതാണ്. കുറേ സന്യാസി ഇരിപ്പുണ്ട് താഴെ. വെള്ളത്തിന് ഒഴുക്കുണ്ട്. ഏത് നദിയാണോ എന്തോ. നമ്മുടെ പഴയ 90s രാമായണം ഉണ്ടല്ലോ, അതിവിടെ എപ്പോഴും ഇങ്ങനെ വണ്ടിയിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പകലുണ്ടായിരുന്നു, ഞാൻ വെച്ച് അപ്പോഴേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ രാത്രി ആയപ്പം അപ്പോഴും ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഓർഡറായിട്ട് നിർത്തി ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുതിയ മറ്റേ രാമായണം അടിച്ച പൊളിയായിരിക്കും അല്ലേ. ഇപ്പോഴും പഴയ തന്നെയാണ് സ്റ്റാർ. കാണാൻ ആൾക്കാരും ഉണ്ട്. ആൾക്കാരിലാണ് പ്രസാദം. ബസ് ഇത് ലങ്കാറാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് സിക്കപ്പൂപ്പം വിളിച്ച് ഫുഡൊക്കെ തന്നു. ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണിത്. ഇത് സിക്കാരുടെ ലങ്കാറാണ് കേട്ടോ. ഇവിടെ പൊളിയാണ്. നമ്മളെ വഴി കൂടെ പോകുന്ന എല്ലാവർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ശ്രീരാമനും ഗുരുനാനാക്കും ഒരേ രൂപമാണെന്നാണ് പറഞ്ഞത്. ഒരേ രൂപമായതുകൊണ്ട് അവർക്ക് ശ്രീരാമനും പൂജനീയനാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവർക്കെല്ലാം ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള റോഡ് സൈഡ് കിടക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് ഫ്രീ ആയിട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായത്. ഞാനും കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. ഇതാണ് അപ്പൂപ്പൻ, ഠാക്കൂർ ദിലീപ് സിംഗ് ജി. റോഡിൽ നിന്നും രാമമന്ദിറിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ തന്നെ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഹോട്ടൽ രാമേശ്വരത്താണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്.
പക്ഷേ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോയി കുറേ നടന്നു കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ വേറെ ചെറിയ ചെറിയ അക്കോമഡേഷൻസ് ഉണ്ട്. അതായത് പാർക്കിംഗ് അവിടെയാണ്. നമ്മൾ അവിടെ വന്നിട്ട് ജംഗ്ഷനിൽ നിന്ന് പാർക്കിംഗ് അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് ആ സൈഡിൽ കൂടെ റോഡുണ്ട്, അതുവഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെ എത്തും. അവിടെ ചെറിയ ചീപ്പ് അക്കോമഡേഷൻ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അഗോഡയിലോ മറ്റേ booking.com-ലോ ഓയോയിലൊക്കെ ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ നോക്കിയിട്ട് അങ്ങനെ അടുത്തൊന്നും നല്ല ഹോട്ടൽസ് കണ്ടില്ല. എല്ലാം ലക്ഷറി ഹോട്ടൽസേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൂ, 9,000 15,000 ഒക്കെ ഉള്ളു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് കുറച്ച് റേറ്റ് ആയിപ്പോയി. ആ പ്ലേസിൻ്റെ ആ ഒരു റേറ്റ് ഉണ്ടാവുമല്ലോ, 2,000 രൂപയാണ് ഒരു ഡേക്ക് ഞങ്ങളുടെ കയ്യിൽ മേടിച്ചത്. സാധാരണ ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ലക്ഷറീസ് ഹോട്ടൽ യാതൊന്നുമില്ല, നല്ല ബെഡാണ്. അങ്ങനെയൊക്കെ ഹീറ്റർ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ 2,000 രൂപയാണ്. പിന്നെ ഇവിടെ ഈ സ്ഥലത്തിനൊരു പ്രൈസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ അത് കൊടുത്തു. അപ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ല, അത് ഗൂഗിളിലൊക്കെ നോക്കുമ്പോഴൊന്നും കിട്ടത്തില്ല. ഇനി പിന്നീട് ഒക്കെ വരുമായിരിക്കും. നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.